കൊറോണ കാലമായതിനാൽ എല്ലാവരും വീട്ടിനുള്ളിലാണ്. കൊയ്തൊഴിഞ്ഞ പാടത്തും മൈതാനത്തും കളിച്ചു തിമിർക്കേണ്ട കുട്ടികളും വേനലവധി കാലത്തും വീടുകളിൽ തന്നെ. വേനലവധി കാലമെത്തിയാലും കുട്ടികൾക്ക് മുമ്പിൽ അടഞ്ഞുകിടക്കില്ലായിരുന്നു പള്ളിക്കൂടങ്ങളുടെ വാതിൽ. എന്നാൽ കൊറോണ ഭീതിയിൽ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി സ്കൂളുകൾ അടച്ചിട്ട് നാളുകളേറെയായി. അല്ലെങ്കിൽ കുട്ടികളുടെ കലപിലയും കളികളും കൊണ്ട് നിറയുമായിരുന്നു ഈ അക്ഷരമുറ്റം. കണ്ടവനേറും കാൽപന്തും കബഡിയും കള്ളനും പോലീസും കല്ലുവെട്ടുകളിയും മാവേലേറുമൊക്കെയായി. എന്നാൽ ഇന്നവർ വീടുകളുടെ അടച്ചിട്ട മുറികളുടെ അതിരുകളിൽ സുരക്ഷിതത്വത്തിൻ്റെ തണലിൽ ഒതുങ്ങാൻ നിർബന്ധിതരായിരിക്കുന്നു. വേനലിൻ്റെ സങ്കടം പൊഴിച്ചിട്ട മാവിലകൾക്കിടയിൽ ആർക്കും വേണ്ടാതെ മാമ്പഴങ്ങൾ വീണ് കിടക്കുന്നു. കുട്ടികൾ എത്താത്തതുകൊണ്ടാവാം അണ്ണാർക്കണ്ണനും കാക്കയുമൊന്നും മാമ്പഴം തിന്നാൻ വരാറുമില്ല. ബാലരമയും പൂമ്പാറ്റയും ബാലമംഗളവും തുടങ്ങി വീട്ടിലുള്ള കഥാപുസ്തകങ്ങളൊക്കെ പല ആവർത്തി വായിച്ചു മടുത്തു. പള്ളിക്കൂടത്തിൻ്റെ ഗ്രന്ഥശാലയിൽ നിറയെ കഥാപുസ്തകങ്ങളുണ്ട്. മഹചരിതമാലയും പഞ്ചതന്ത്രം കഥകളും ഈസോപ്പ് കഥകളും അറബി കഥകളും ഇമ്മിണി ബല്യ സുൽത്താൻ്റെ പാത്തുമ്മയുടെ ആടും മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞുപങ്ങളും തുടങ്ങി എത്രയെത്ര കഥാപുസ്തകങ്ങൾ. പക്ഷേ എന്തു ചെയ്യാം, പള്ളിക്കൂടം അടച്ചിരിക്കുകയല്ലേ. അഥവാ സ്കൂൾ തുറന്നാലോ പുസ്തകങ്ങൾ എടുക്കാമെന്ന് കരുതിയാണ് ഈ കുട്ടികൾ ഇവിടേക്കെത്തിയത്. അവധി എന്ന് അവസാനിക്കുമെന്നറിയില്ല. എന്തായാലും 2 മാസം വേനലവധിയാണ്. കഥാപുസ്തകങ്ങൾ വീട്ടിലെത്തിച്ചു തരുവാൻ സാധിക്കുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഗ്രാമപഞ്ചായത്തും വിദ്യാഭ്യാസ വകുപ്പും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും ഗ്രന്ഥശാല പ്രസ്ഥാനവും മുൻകൈയെടുത്താൽ ഈ കുട്ടികളുടെ ഇതുപോലെയുള്ള ആയിരക്കണക്കിന് കുട്ടികളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാവുന്നതേയുള്ളൂ. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുട്ടനാട്ടുകാരനായ PN പണിക്കരുടെ വാക്കുകൾ മലയാളം മറക്കില്ല. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. അതെ, അങ്ങനെയുള്ള ഒരു തലമുറയാണ് നാടിനാവശ്യം. അവർക്ക് പഠിക്കാൻ തന്നെ ഏറെയുണ്ട്. അപ്പോഴാ കഥാപുസ്തകം എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കൾ ചൂരലെടുക്കരുതേ എന്ന അപേക്ഷയോടെ ശ്യാം പുല്ലങ്കടിക്കൊപ്പം ഹരീഷ്, കാഴ്ച വാർത്തകൾ.